സംസ്ഥാനം എവിടെയും എത്തിയിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ ആണയിട്ട് പറഞ്ഞെങ്കിലും ഡാറ്റ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടാണ്. റിപ്പോർട്ട് പ്രകാരം കേരളം നിലവിൽ ഒരു പിടി മുൻപിൽ തന്നെയാണ്. തമിഴ്നാടിനും തെലങ്കാനയ്ക്കും കർണാടകയ്ക്കും എല്ലാം മുകളിലാണ് നമ്മൾ. ആഗോള വളർച്ചയുടെ ശരാശരിയേക്കാൾ 5 മടങ്ങ് കൂടുതലാണ് കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയുടെ ശരാശരി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കണക്കിങ്ങനെയാണ്: ആഗോള വ്യാവസായിക വളർച്ചയുടെ ശരാശരി എന്നത് 46%. എന്നാൽ കേരളത്തിൽ വ്യവസായ വളർച്ചയുടെ നിരക്ക് ആഗോള ശരാശരിയുടെ 5 ഇരട്ടി 254%. 2016 ശേഷം 56,000 കോടി രൂപയുടെ നിക്ഷേപമാണ് സ്റ്റാർട്ടപ്പുകളുടെ മാത്രം സംസ്ഥാനത്തേക്ക് വന്നതെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. 4.5 മില്യൺ സ്റ്റാർട്ടപ്പുകളിൽ നിന്നും 300ഓളം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റങ്ങളിൽ നിന്നുമുള്ള കണക്കുകൾ ശേഖരിച്ച ശേഷമാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കമ്പനികളുമായി ഒരുവിധം നേരിട്ട് ബന്ധപ്പെട്ടെടുത്ത ഡാറ്റ. ഇതേ റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് നിക്ഷേപാന്തരീക്ഷത്തെ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തിയതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷനെ പരാമർശിക്കുന്നുണ്ട്. ആ ഡാറ്റയുടെ ആധികാരികതയല്ലേ എന്ത് ഡാറ്റ എന്ന ചോദ്യത്തിലൂടെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്? തരൂർ പറയുന്ന മറ്റൊരു കണക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റേതാണ്. മുൻകാലത്ത് ഈ പട്ടികയിൽ നമ്മുടെ ഇടം 28ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 2024 കണക്ക് വരുമ്പോൾ നമ്മൾ 1ാമതാണ്. കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച കണക്കാണിത്. കേന്ദ്രത്തിൽ BJP സർക്കാരാണെന്നതും ഓർക്കണം. കേരളത്തിലെ തന്നെ പ്രശസ്തരായ വ്യവസായ പ്രമുഖർ സംസ്ഥാനത്തെ ബിസിനസ് അന്തരീക്ഷത്തെ പുകഴ്ത്തുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ. കല്യാൺ ഗ്രൂപ്പ് ഉടമ TS കല്യാണരാമൻ, ഫെഡറൽ ബാങ്ക് മുൻ ചെയർമാൻ C ബാലഗോപാൽ, ബെൻസ് ഇന്ത്യയുടെ MDയും CEOയുമായ സന്തോഷ് അയ്യറിന്റേതുമെല്ലാം വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. അതിനെയും അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ അവഗണനകൾക്കിടയിലും സാമ്പത്തികമായ ഞെരുക്കങ്ങൾക്കും വിവേചനങ്ങൾക്കുമിടയിലും നമ്മുടെ നാട് ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയ വൈരം മറന്ന് നാം ഒരുമിച്ച് അഭിമാനിക്കുകയല്ലേ വേണ്ടത്? കണക്കെന്തായാലും കള്ളം പറയില്ലല്ലോ.